ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ചോതി നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ദുരിതസ്ഥാനത്ത് നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ഈ ഒരു സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ജീവിതാനുഷ്ഠാനങ്ങളും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള വിഷമഘട്ടങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളിലും അലസത വരാതെ ക്ഷീണം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന ഒരു സമയം കൂടിയാണ്. 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് ദേവഗുരുവായിട്ടുള്ള വ്യാഴം ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടും ലാഭാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട്, നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കർമ്മതലത്തിലാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് ചോതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.